ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. തപോവനം, ശ്രീ സത്യസായി സച്ചരിതം, ഭാഗം 2, പ്രശ്നോത്തരി. അധ്യായം 1, ദിവ്യാത്ഭുതങ്ങൾ. തപോവനം. പ്രശാന്തി നിലയത്തിൽ നിന്നും സർവകലാശാലയിലേക്ക് പോകുന്ന വഴിയിലെ വടവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശ്രീ സത്യസായി അഷ്ടോത്തര നാമാവലിയിലെ പരാമർശം എന്താണ്? 1959 ജൂൺ 29 അശ്വത്ഥ പൂർണിമ നാളിൽ ഭഗവാൻ 15.5 ഇഞ്ച് ഉള്ള ഒരു ചെമ്പ് തകിട് സൃഷ്ടിച്ചു. അതിൽ മന്ത്രബീജാക്ഷരങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. പ്രശാന്തി നിലയത്തിനു പിന്നിലെ കുന്നിൻ ചെരുവിൽ തിരഞ്ഞെടുത്ത സ്ഥലത്ത് സ്വാമി ആ തകിട് സ്ഥാപിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ സ്വാമി ഇപ്രകാരം പറഞ്ഞു: ഇവിടെ സ്ഥാപിച്ച ഈ ബോധിവൃക്ഷം ജ്ഞാനവൃക്ഷമാണ്. ഈ വൃക്ഷം ധ്യാനവൃക്ഷം അഥവാ തപോവൃക്ഷം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യം ഉണ്ടാകും. ഇന്ദ്രിയ നിയന്ത്രണവും മനസ്ഥൈര്യവും സ്വായത്തമാകും. സാധകാനുഗ്രഹ വടവൃക്ഷ പ്രതിഷ്ഠാപകായ എന്ന് സ്വാമിയെ പ്രകീർത്തിക്കുന്ന സാധകന്മാരിൽ അനുഗ്രഹം ചൊരിയുന്ന വടവൃക്ഷത്തെ നട്ടുവെന്ന് അർത്ഥം എന്നാണ് സത്യസായി അഷ്ടോത്തര നാമാവലിയിലെ പരാമർശം. വടവൃക്ഷമായി ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും എന്ത് ബന്ധമാണുള്ളത്? ഈ വടവൃക്ഷം തന്നെയാണ് ബോധിവൃക്ഷം എന്ന് അറിയപ്പെടുന്നത്. ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചപ്പോഴാണ് ശ്രീബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത്. ശ്രീകൃഷ്ണനെ വടപത്രശായി എന്ന് വിളിക്കുന്നു. പ്രളയാവസരത്തിൽ ശ്രീകൃഷ്ണൻ ബാലരൂപത്തിൽ വടപത്രത്തിലാണ് ശയിക്കുന്നത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വത്ഥവൃക്ഷത്തെ അമരവൃക്ഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അശ്വത്ഥവൃക്ഷം എന്നേക്കും ജീവിക്കുന്ന വൃക്ഷമാണ്. വലുതായി വളർന്ന് ശാഖകൾ വിടർത്തി അതിൽ നിന്നും തൂങ്ങുന്ന വേരുകൾ പോലെയുള്ള നിരവധി ശാഖകൾ മണ്ണിൽ ആണ്ട് പുതിയ വേരുകളുള്ള വൃക്ഷങ്ങളായി എല്ലാ ദിക്കിലേക്കും വ്യാപിക്കുന്നു. ഈ പ്രക്രിയ സദാ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇതിനെ അമരവൃക്ഷം എന്ന് പറയുന്നു. 4. പ്രശാന്തി നിലയ സമുച്ചയം നിർമ്മിക്കുന്നതിന് മുൻപ് കുന്നിൻ ചെരുവിലെ പാറയിൽ ഇരുന്നു കൊണ്ട് ശ്രീ സത്യസായി നടത്തിയ പ്രവചനത്തിൻ്റെ കാതൽ എന്താണ്? താമസിയാതെ ഇവിടം തിരുപ്പതിയും ശിരഡിയും കാശിയും പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമാകും. ആത്മീയ ശാന്തിക്ക് വേണ്ടി യോഗികളും സന്യാസിമാരും സാധാരണ ജനങ്ങളും സാധകരും ആയിരക്കണക്കിന് എത്തിച്ചേരും. സനാതനധർമ്മ പുനരുദ്ധാരണം എന്ന പ്രപഞ്ച പദ്ധതി ഇവിടെ നിന്ന് ആരംഭിക്കും. വലിയ ജനക്കൂട്ടം ഭഗവാന്റെ കാവ്യഅങ്കിയുടെ ദർശനത്തിനു മുമ്പിൽ തന്നെ ധന്യരായിത്തീരും എന്നാണ് സ്വാമി പ്രവചിച്ചത്. 5. സ്വാമിയുടെ അവതാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ മാനവ ഹൃദയത്തെയും പ്രശാന്തി നിലയമാക്കുക, അതായത് പ്രശാന്തിയുടെ ഇരിപ്പിടമാക്കുക എന്നതാണ് സ്വാമിയുടെ അവതാര ലക്ഷ്യം. പ്രശാന്തി നിലയം മന്ദിരമാണ്, മോസ്കാണ്, പള്ളിയാണ്. ഇവിടെ ആധ്യാത്മികതയ്ക്ക് ഉന്നതി നേടുന്നതിന്, ഈശ്വരൻ്റെ പ്രേമധാര നേടുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്. 6. പ്രശാന്തി നിലയത്തെ വിശ്വതപോവനമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഏതു മതത്തിലുള്ളവർക്കും അവരവരുടെ മതത്തെ അനുധാവനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് ദേവതയെ വേണമെങ്കിലും ആരാധിക്കാം, ഏത് ഈശ്വരനാമവും ജപിക്കാം. ഹൃദയത്തിന് സംതൃപ്തി വരുന്നതുവരെ ധ്യാനിക്കാൻ ഓരോ ഭക്തനും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഈശ്വരനെ മാനവരൂപത്തിൽ ദർശിക്കാം, സ്പർശിക്കാം, സംവദിക്കാം. അതുകൊണ്ടാണ് പ്രശാന്തി നിലയത്തെ വിശ്വതപോവനം എന്ന് പറയുന്നത്. 7. പ്രണവം അഥവാ ഓങ്കാരത്തെപ്പറ്റി പ്രതിപാദിക്കുക. പ്രാണനിലൂടെ പ്രവഹിക്കുന്നതിനെ പ്രണവമെന്നു പറയുന്നു. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മഃ എന്ന് ഭഗവത്ഗീത അരുളുന്നു. ആ, ഉ, മ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം.
സ്ഥിരമായ ചിട്ടയോടുകൂടിയ ഓങ്കാര ജപം കൊണ്ട് മനോനാശവും പരമാനന്ദ അനുഭൂതിയും ഉണ്ടാകുന്നു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഓം അഥവാ പ്രണവം. അത് സമസ്ത സൃഷ്ടിയിലും നിറഞ്ഞിരിക്കുന്നു. ശ്വാസോച്ഛ്വാസം പോലും പ്രണവമന്ത്രമാണെന്ന് സ്വാമി അരുളുന്നു. 8. പ്രപഞ്ചത്തെ തീവണ്ടിയുമായി എങ്ങനെ താരതമ്യം ചെയ്യുന്നു? തീവണ്ടി എഞ്ചിനിൽ ഘടിപ്പിച്ച ബോഗികൾ എഞ്ചിനൊപ്പം നീങ്ങുന്നതുപോലെ പ്രണവവുമായി ബന്ധിപ്പിച്ച മന്ത്രങ്ങളെല്ലാം ശക്തവും ഫലവത്തുമായി തീരുന്നു. ഓം മാത്രം ജപിച്ചാലും അത് വേദങ്ങൾ മുഴുവനും പാരായണം ചെയ്ത ഫലത്തിന് തുല്യമാകും. 9. ശ്രീ സത്യസായി സുപ്രഭാതത്തിൻ്റെ ആന്തരാർത്ഥം, പ്രാധാന്യം ഇവ വിശദമാക്കുക. നമ്മുടെ ഹൃദയവാസിയായ ഭഗവാനെയാണ് സുപ്രഭാതം ചൊല്ലി ഉണർത്തുന്നത്. ഈശ്വരാംബ സുതൻ നാം തന്നെയാണ്. പുട്ടപ്പർത്തി എന്ന സ്ഥലം നമ്മുടെ ശരീരം. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. പുഷ്പങ്ങൾ, ഫലങ്ങൾ ആദിയായ നൈവേദ്യങ്ങൾ നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങളാണ്. നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, വാക്ശക്തി എന്നിവയ്ക്ക് സ്ത്രീഭാവമാണ്. സീതാസതി എന്ന് പറയുന്നത് ഈ ശക്തികളെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിലെ ഭഗവാനെ ഉണർത്തുമ്പോൾ ഈശ്വര സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് അറിയുമ്പോൾ നാം തീർച്ചയായും ജ്ഞാന, വിജ്ഞാന, സുജ്ഞാന, പ്രജ്ഞാനങ്ങളാൽ പ്രശോഭിതരായി പരമപദത്തിലെത്തി മോക്ഷം നേടും. ആധ്യാത്മികമായി പറഞ്ഞാൽ പരമാത്മാവുമായി താദാത്മ്യം പ്രാപിക്കുവാനുള്ള ജീവാത്മാവിൻ്റെ വെമ്പലിനെ തട്ടിയുണർത്തുന്ന പ്രാർത്ഥനയാണ് സുപ്രഭാതം. അവനവനിലെ അസ്തിത്വത്തെ ഉണർത്തുന്നതിനുള്ള പ്രാർത്ഥനയാണ് ഇത്. നാം സദാ ഉണർന്നിരിക്കുന്ന, ജാഗരൂകനായിരിക്കുന്ന, എല്ലാറ്റിനും പരമസാക്ഷിയായി നിലകൊള്ളുന്ന ഭഗവാന് എന്തിനാണ് ഉണർത്തുപാട്ട് ചൊല്ലുന്നത്? നിദ്രയുടെ ആലിംഗനത്തിൽ നിന്നും ഉണർന്ന് കർമ്മനിരതരാകുവാനും വിവേചനശക്തി ഉണർത്തുവാനും നമ്മെ ജാഗരൂകരാക്കുവാനും ഓർമ്മിപ്പിക്കുന്നതിനാണ് സുപ്രഭാത കീർത്തനം ആലപിക്കുന്നത്. 10. നഗരസങ്കീർത്തനത്തിന് മുന്നോടിയായി ശ്രീ സത്യസായിയുടെ ബാല്യകാലത്ത് സത്യൻ എന്താണ് ചെയ്തത്? 10 വയസ്സുള്ള സത്യ എന്ന ബാലൻ തൻ്റെ സമപ്രായക്കാരായ കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിലെ ഓരോ തെരുവുകൾ തോറും ഭജന പാടി നടന്നിരുന്നു. ശ്രീ പാണ്ഡുരംഗ ഭജന മണ്ഡലി എന്നു പേരുള്ള ഈ ബാലഭജന സംഘം ഒരുപോലെയുള്ള വസ്ത്രാലങ്കാരങ്ങൾ അണിഞ്ഞ്, കൊടികൾ ഉയർത്തി, ഇലത്താളം കൊണ്ട് താളം പിടിച്ച് ഭജന പാടി നടന്നിരുന്നു. സത്യൻ്റെ ഭജന മണ്ഡലിയുടെ ആധ്യാത്മിക പ്രഭാവം കൊണ്ട് പകർച്ചവ്യാധികൾ പോലും ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. സത്യൻ അന്ന് നട്ട ആ ഭജന മണ്ഡലി എന്ന ചെടി ഇന്ന് പടർന്നു പന്തലിച്ച് പുഷ്പിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ശ്രീ സത്യസായി സേവാ സമിതികൾ കൃത്യനിഷ്ഠയോടെ നഗരസങ്കീർത്തനങ്ങൾ നടത്തിവരുന്നു. 11. ശ്രീ സത്യസായിയുടെ ദർശനവേളയെക്കുറിച്ച് വർണ്ണിക്കുക. സായി ദർശനത്തിനു വേണ്ടി ഭക്തജനങ്ങൾ പ്രസാദ നിലയത്തിൻ്റെ അങ്കണത്തിൽ അച്ചടക്കത്തോടെ വരിവരിയായി നിശബ്ദരായി കാത്തിരിക്കുന്നു. ആകാംക്ഷാഭരിതരായി, ത്രസിക്കുന്ന ഹൃദയത്തോടെ, പ്രാർത്ഥനാനിരതരായി, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ മൃദുവായ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ ആനന്ദചിത്തരാകുന്നു. സ്വാമിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നതാണ് ആ മധുരരാഗം. കനകാംബര അങ്കി അണിഞ്ഞ് മൃദുസ്മേരത്തോടെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഭക്തരുടെ സമീപത്തേക്ക് ഒഴുകിയെത്തുന്നു. സ്വാമിയുടെ മൃദുവായ ചലനങ്ങൾ ഇളം തെന്നൽ വീശുന്നതുപോലെ സുഖദായിയാണ്. കൃപാകടാക്ഷം ചൊരിഞ്ഞുകൊണ്ട് എത്തുന്ന സ്വാമി ഭക്തരുടെ കത്തുകൾ സ്വീകരിക്കുന്നു. ചിലർക്ക് പാദനമസ്കാരം നൽകുന്നു. ഇനിയും ചിലർക്ക് തൃക്കൈയുടെ മൃദുവായ ചലനത്താൽ വിഭൂതി സൃഷ്ടിച്ചു നൽകുന്നു. ഭക്തർ ആനന്ദക്കണ്ണീർ ഒഴുക്കി സ്വയം മറന്നിരിക്കുന്നു. 12. പണ്ഡിതന്മാർ സ്വാമിയെ മൗന വ്യാഖ്യാന പ്രകടിത പരബ്രഹ്മതത്വം എന്ന് വർണ്ണിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശദമാക്കുക.
പ്രശാന്തി ഉടലെടുത്തതുപോലെയാണ് സ്വാമിയുടെ രൂപം. ഒന്നുകൊണ്ടും ഇളക്കം തട്ടാത്ത ശാന്തസ്വരൂപനാണ് സ്വാമി. സ്വാമി അധികമൊന്നും സംസാരിക്കാറില്ല. ദർശനവേളയിൽ വളരെ മൃദുവായി ഒന്നോ രണ്ടോ വാക്കുകൾ ഉച്ചരിച്ചേക്കാം. മൗനമായി മൃദുഹാസത്തോടെ ഭക്തരിൽ കൃപാകടാക്ഷം ചൊരിയുന്ന സ്വാമിയുടെ ദർശനമാത്രയിൽ തന്നെ തങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നതായി പണ്ഡിതന്മാർക്ക് അനുഭവപ്പെടുന്നു. ഓരോ ഭക്തനും ആശങ്കയും പരിഭ്രമവും ആകാംക്ഷകളും ഒഴിഞ്ഞു പോയതായി അനുഭവിക്കുന്നു. മൗനത്തിലൂടെ ഹൃദയങ്ങളിൽ ആനന്ദം നിറയ്ക്കുന്നു സായി ദർശനം. അതുകൊണ്ട് മൗനമായ വ്യാഖ്യാനം കൊണ്ട് ബ്രഹ്മതത്വം പ്രകടിപ്പിക്കുന്നവൻ ആണ് സ്വാമിയെന്ന് പണ്ഡിതന്മാർ വർണ്ണിക്കുന്നു. 13. സ്വാമിയുടെ പ്രകൃതത്തെക്കുറിച്ച് സ്വാമി തന്നെ വെളിപ്പെടുത്തിയത് എന്താണ്? എൻ്റെ തന്നെ ആനന്ദത്തിനായി വിശാലമായ ഈ പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് ഞാൻ സങ്കല്പിച്ചു. അതിനു മുൻപ് ആരും എന്നെ അറിഞ്ഞിട്ടില്ല. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് മാത്രമാണ് ഈ ദൃശ്യപ്രപഞ്ചം അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും വിഭിന്നതകളോടും കൂടി പ്രത്യക്ഷപ്പെട്ടത്. ചരവും അചരവുമായതെല്ലാം ഭഗവാന്റെ സങ്കല്പ സൃഷ്ടിയാണ്. പക്ഷിമൃഗാദികളും മനുഷ്യനും കേൾക്കാനും ചലിക്കാനും സംസാരിക്കാനും തുടങ്ങി മനുഷ്യന് സൃഷ്ടിയിലെ പ്രഥമസ്ഥാനം നൽകപ്പെടുകയും ഭഗവാൻ തൻ്റെ വിജ്ഞാനത്താൽ മനുഷ്യൻ്റെ തലച്ചോറിനെ സമ്പന്നമാക്കുകയും ചെയ്തു എന്ന് സ്വാമി വെളിപ്പെടുത്തി. 14. സായി ദർശന പുണ്യത്തിൻ്റെ ഫലം എന്താണ്? സ്വാമിയുടെ ദിവ്യദൃഷ്ടി ആരിൽ പതിയുന്നുവോ അവർ നന്മയിലേക്ക് പരിവർത്തനപ്പെടുന്നു. മുൻജന്മ സുകൃതം കൊണ്ടാണ് ഈ ദർശന സൗഭാഗ്യം കൈവരുന്നത്. സ്വാമിയുടെ ദർശനത്തിന് സ്വർഗവാസികൾ പോലും കാത്തിരിക്കുന്നു. അതിനാൽ ദർശനത്തിൽ നിന്നും നേടിയ നവോർജം പുഷ്പിച്ച് ഫലമായി തീരും. 15. ദർശനത്തിന് ശേഷം ഭക്തർ പെരുമാറേണ്ടത് എങ്ങനെയാണ്? സായി ദർശനം എന്ന അനുഗ്രഹം നേടിയ ശേഷം ഏകാന്തമായ ഒരിടത്ത് നിശബ്ദമായിരിക്കണം. സ്ഥിരവും പ്രശാന്തവുമായ മനസ്സോടെ സ്വാമിയുടെ രൂപത്തെ ധ്യാനിക്കണം. ഈ അനുഗ്രഹത്തിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ ഈ ധ്യാനത്തിലൂടെയാണ് ലഭിക്കുന്നത്. സ്വാമി ദർശനം നൽകി ഭക്തരുടെ ഇടയിലൂടെ നടക്കുമ്പോൾ സ്വാമിയിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യമായ ഊർജം എല്ലാവരെയും തൊട്ട് തഴുകുന്നു. ദർശനത്തിനു ശേഷം ധ്യാനനിരതരാകാതെ സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ ആ ദിവ്യമായ ഊർജം ഭക്തരിൽ സ്വാധീനമൊന്നും ചെലുത്താതെ ഭഗവാനിലേക്ക് തന്നെ മടങ്ങുന്നു. 16. പ്രശാന്തി മന്ദിരത്തിലെ പൂജാക്രമങ്ങൾ ഭക്തർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? പൂജകളിലൂടെ ദേവന്മാരെ ആരാധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പ്രശാന്തി നിലയത്തിലെ ഗണപതി മന്ദിരം, സുബ്രഹ്മണ്യ മന്ദിരം, ഗായത്രി മന്ദിരം, വരലക്ഷ്മി മന്ദിരം എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ സ്വാമി തന്നെയാണ് പ്രാണപ്രതിഷ്ഠ ചെയ്തത്. ഈശ്വരൻ ആത്മാവായി നമ്മിൽ കുടികൊള്ളുന്നു. ആത്മപൂജയിലേക്ക് നയിക്കുന്ന പടികളാണ് ഈ ബാഹ്യമായ പൂജാക്രമങ്ങൾ. ഓരോ ദേവതയും ആത്മാവിനെ ആധ്യാത്മികമായി ചൈതന്യവത്താക്കുന്നു. ഓരോ പൂജയും ഭക്തിയോടെ തന്നിൽ തന്നെയുള്ള പരമേശ്വരനെയാണ് പൂജിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ചെയ്യേണ്ടതാണ്. 17. സ്വാമി ഭജനവേളയിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന അംഗവിക്ഷേപങ്ങളുടെ അർത്ഥമെന്താണ്? ഭജനഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സ്വാമി താളാത്മകമായി തൃക്കരങ്ങൾ ചലിപ്പിക്കുന്നു. ചിലപ്പോൾ അന്തരീക്ഷത്തിൽ എന്തോ എഴുതുന്ന പോലെ കാണിക്കുന്നു. മറ്റേതോ ലോകത്തിൽ എന്ന പോലെ കാണപ്പെടുന്ന ഇതിൻ്റെ ആന്തരാർത്ഥം സ്വാമി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് അദൃശ്യരായ വ്യക്തികളോട് സ്വാമി സംവദിക്കുന്നതും പുഞ്ചിരിക്കുന്നതും ആശയവിനിമയവും നടത്തുന്നതുമാണ് ഈ അംഗവിക്ഷേപങ്ങളുടെ അർത്ഥം. സഹായത്തിനായി പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കുകയാണ് സ്വാമി ചെയ്യുന്നത്. പിതാവ് പുത്രന് നൽകുന്ന സഹായം വെളിപ്പെടുത്താത്തതുപോലെ സ്വാമി ഈ കാര്യങ്ങൾക്ക് പ്രചാരണം നൽകുന്നില്ല. 18. സായി ഭജനകളുടെ പ്രത്യേകത എന്താണ്? പ്രശാന്തി നിലയത്തിലും ശ്രീ സത്യസായി സേവാ സമിതികൾ നടത്തുന്ന പൊതുഭജന പരിപാടികളിലും ശ്രീ രാമകൃഷ്ണ,
രാമ, കൃഷ്ണ, ശിവ, ദേവി, ബുദ്ധൻ, യേശു, അല്ലാഹു എന്നിങ്ങനെ സർവ്വദേവതകളുടെയും സ്തുതികൾ ഭജനഗായകർ ആലപിക്കുന്നു. വിവിധ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ ഹൃദ്യമായി ഒരാൾ പാടുമ്പോൾ ഭക്തജനങ്ങൾ അത് ഏറ്റുപാടുന്നു. സർവ്വമതങ്ങളിലെയും ദേവീദേവന്മാരുടെ നാമാവലികൾ പാടുന്നത് സായി ഭജനയുടെ പ്രത്യേകതയാണ്. 19. കൈകൾ താളത്തിൽ കൊട്ടി ഉറക്കെ പാടുന്നതിൻ്റെ ആന്തരിക മൂല്യം എന്താണെന്നാണ് സ്വാമി ഭക്തജനങ്ങൾക്ക് ഉപദേശിച്ചത്. സ്വാമി അരുളി: നിങ്ങൾ ഒരു വൃക്ഷച്ചുവട്ടിലിരിക്കുന്നുവെന്ന് കരുതുക. ഉറക്കെ ശബ്ദമുണ്ടാക്കുമ്പോൾ വൃക്ഷത്തിലിരിക്കുന്ന പക്ഷികൾ പറന്നകലുന്നു. മനുഷ്യജീവിതം ഒരു വൃക്ഷം പോലെയാണ്. അതിൽ കാമ, ക്രോധ, ലോഭ, മോഹ, മതമത്സര്യങ്ങളാകുന്ന പക്ഷികൾ കലപില കൂട്ടി ഇരിക്കുന്നു. അത് നിങ്ങളുടെ ശാന്തിയെ തകർക്കുന്നു. ഈശ്വരനാമങ്ങൾ ഉച്ചത്തിൽ ഉറക്കെ കൊട്ടി കൈകൊട്ടി പാടുമ്പോൾ ഈ പാപപക്ഷികൾ പറന്നകലുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധവും ശാന്തിപൂർണവും ആകും. ജയ് സായിരാം.